എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോഴത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ ആ ഒരു ജനലിൻ്റെ അവിടെ വന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പുട്ട് വേവിക്കാനായിട്ട് നമ്മൾ ഇത് വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആ പുട്ടിൻ്റെ അത് അതിൽ ആക്കിയിട്ട് അത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് വെക്കുന്നതാണ്. ഞാൻ കുക്കറിലാണ് വെക്കാമെന്ന് ഉദ്ദേശിച്ചത്. ആ പുട്ടിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, അത് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാനായിട്ട് ഇന്ന് പുട്ടും കടലയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കടല ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറി വെക്കാനായിട്ട് സവോളയുടെ പാക്കറ്റ് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതായതുകൊണ്ടാണ് അതഴിക്കാനുള്ള ആ ഒരു ശ്രമം നടക്കുന്നത്. അതിന് ശേഷം അതഴിക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അതെങ്ങനെയൊക്കെ വലിച്ച് അത് പൊട്ടിച്ചൊക്കെയാണ് അത് തുറന്നെടുത്തത് കേട്ടോ. കാരണം എനിക്കതിൻ്റെ ആ കെട്ട് ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ അത് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ സവോളയൊക്കെ നന്നാക്കി സവോള അരിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും നമ്മൾ സാധാരണ കടലക്കറി, അതായത് ചിക്കൻ വയ്ക്കുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മളിവിടെ കടലക്കറി ഉണ്ടാക്കുക. അപ്പോൾ സവോളയും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ കടലക്കറി വെക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അരിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെക്കാനായിട്ട് അപ്പോൾ പുട്ട് സൈഡിലാവുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ സവോളയൊക്കെ വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ്, അതായത് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ പച്ചമുളക് അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതൊക്കെ ഇട്ട് വാട്ടി പിന്നെ കടലയിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടാണ് നമ്മളിവിടെ കടലക്കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് തന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് അതൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതാവുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് വാടുമെന്ന് പറയുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഞാൻ ഇടാറുണ്ട്. അങ്ങനെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇടും. അങ്ങനെ മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെ മുളക് പൊടി ഇടും. അങ്ങനെ എല്ലാ പൊടികളും ഇട്ട് നന്നായി വാടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ട് പിന്നെ വാട്ടിയെടുക്കും. സാധാരണ എപ്പോഴത്തെ പോലെ ഒരു വീക്കെൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത്ര വലിയ പണികളും തിരക്കില്ലാത്തപ്പോഴാണ് പുട്ട് വയ്ക്കുക കേട്ടോ. കാരണം പുട്ടുണ്ടാക്കുന്നത് നമുക്ക് രണ്ടാൾക്കും കഴിക്കാനാണ്. കാരണം കുട്ടികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന. സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക, തിരിച്ച് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ മാറ്റി അവിടുത്തെ അത് ക്ലീൻ ചെയ്തിടുന്ന പണിയായിരുന്നു നെക്സ്റ്റ്. അങ്ങനെ കടലക്കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് പാലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു. ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കിങ്ങിനേക്കാളും ഇഷ്ടമില്ലാത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വയ്ക്കലാണല്ലോ. അപ്പോൾ ഇനി ആ പണികളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ലഞ്ചിന് നമ്മൾ ചോറ് വെക്കണം, പിന്നെ സാമ്പാർ, പിന്നെ പോർക്ക് ഇറച്ചി വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ അതും കൂടി കുക്ക് ചെയ്ത് വെക്കണം. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചും ഡിന്നറും ഒക്കെ. കാരണം ഡിന്നറിനായാലും നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് പിന്നെ വേറെ കുക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ചപ്പാത്തി അങ്ങനെയുള്ളതിനേക്കാളും ചോറ് തന്നെയാണ് നമ്മൾ സാധാരണ കഴിക്കുക. പിന്നെ വല്ലപ്പോഴും മാത്രമാണ് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ. കാരണം എനിക്ക് എന്ത് ഫുഡ് കഴിച്ചാലും കിടക്കുന്നതിനേക്കാളും മുൻപ് കുറച്ച് ചോറ് കഴിച്ചാലേ സന്തോഷമാവുള്ളൂ, അല്ലെങ്കിൽ ആ വയറ് അപ്പോഴേ നിറഞ്ഞുള്ളൂ എന്ന് തോന്നുന്ന പോലത്തെ ഒരു ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് സാമ്പാറിന്. പിന്നെ പോർക്കിറച്ചി നമുക്ക് റെഡിയാക്കണം. അത് വാങ്ങിച്ചിട്ട് വരികയാണെങ്കിലാണ് നമുക്കത് വെക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും സാമ്പാർ എന്തായാലും ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ നമ്മൾ നേരത്തെ ചായക്ക് ചെയ്തതിൻ്റെ വെച്ചതിൻ്റെയും അതിൻ്റെ ഒക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കിച്ചൺ ക്ലീനിങ് ആണ് ഇനി നെക്സ്റ്റ് പണി എന്ന് പറയുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ആക്കാന്നല്ല, ഞാനാണല്ലോ ആദ്യം എണീറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരെല്ലാവരും എണീറ്റ് വന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അവരുടെ ഇട്ട് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നീറ്റാക്കി മടക്കി ഒതുക്കി റെഡിയാക്കി ഇടുന്ന പണിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു.
ഫുഡൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ. ഇനി കുക്കിങ്ങും കൂടി ഉള്ളതെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പിന്നെ വേറെ ഒരു കാര്യം കണ്ടത്. കുറച്ച് ഡ്രസ്സുകളൊക്കെ തുണി അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി അടക്കി ഒതുക്കി വെക്കാനുള്ള പണിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുക്കിംഗ് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത പണികൾ അതിൻ്റെ ഇടയിൽ വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഓരോന്ന് കാണുമ്പോഴാണ് അത് ഓർമ്മ വരുന്നത്. തരാം, വെയിറ്റ്. മക്കൾ രണ്ടാളാണെങ്കിലും അവർ ടി വി കാണുക അങ്ങനെ എന്തെങ്കിലും വേറെ കാര്യത്തിലാണെങ്കിലും ഞാൻ എവിടെയാണോ അപ്പോൾ അവിടേക്ക് വരാമെന്നുള്ളത് അവർക്ക് രണ്ടാൾക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മനസ്സമാധാനത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ല. അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ കിച്ചണിലല്ല ഞാൻ വേറെ റൂമിലേക്ക് മാറിയെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ രണ്ടാളെത്തും. അപ്പോൾ എന്നെ സഹായിക്കാന്നുള്ള ഒരു പേരിൽ വന്നിട്ട് പിന്നെ അവിടെ എന്തൊക്കെ മാക്സിമം നോക്കാൻ പറ്റും, അതാണ് അവരുടെ പണി. ഇതാ ഇപ്പോൾ തന്നെ അവിടെ ഒരാൾ വന്നിട്ട് അവിടെ ആ ഒരു ബെഡിലൊക്കെ കയറി മറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്നോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മേലെ ചാടി മറിയാണ് അവിടെ ചെയ്യണത്. ഇതാ അപ്പോൾ അങ്ങനെ ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. സാമ്പാർ വെച്ചു, പിന്നെ പോർക്കിറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോർക്കും സെറ്റാക്കി കേട്ടോ. കുറച്ചും കൂടി ഒന്ന് വറുത്തൊന്ന് ഡ്രൈ ആക്കണം, അതിൻ്റെ ഒരു പണിയും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഉച്ചക്കാലത്ത് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് അൽജർഫ് എന്ന് പറഞ്ഞിട്ട് അബുദാബിയിൽ നിന്ന് പോയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അബുദാബിയിൽ നിന്നായാലും ദുബായിൽ നിന്നായാലും ഏകദേശം സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു പ്ലേസാണ്. പ്ലേസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ കാണാനുള്ളതെന്നും അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം അവിടേക്കൊന്ന് വെറുതെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഉച്ചയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 o'clock ഒക്കെ ആവുന്ന സമയമാകുമ്പോൾ ഇറങ്ങാമെന്നാണ് പ്ലാൻ. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി കേട്ടോ. പിന്നെ ചൂടൊക്കെ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല കാറ്റൊക്കെയുള്ള നല്ലൊരു ഫീലായിരുന്നു അവിടെ ചെന്നപ്പോൾ. അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ബീച്ചിൻ്റെ കടലിൻ്റെ സൈഡിലൊക്കെ പോയതിൻ്റെയാണ് ഈ ഒരു ഇത്. പോയിട്ട് നമുക്ക് നന്നായിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കാരണം വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, ചൂട് കുറഞ്ഞു വരുന്നു. നമ്മൾ എത്തിയ ടൈമിങ്ങും കറക്റ്റ് ഒരു സമയത്ത് തന്നെ എത്തി. 4 മണിക്ക് ഇറങ്ങിയപ്പോൾ നമ്മളവിടെ ഒരു 5 മണിയൊക്കെ ആയ സമയമായപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂട് കുറഞ്ഞു വരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്തിയ ടൈമും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ നടക്കാനും അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെ നമ്മളും പിന്നെ ചേട്ടൻ്റെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ അത്യാവശ്യം കാണാനും, മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അന്ന് പോയ സമയത്ത് കുറച്ചുകൂടി ചൂടിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക സൺഡേ കൂടി ഇവിടെ അവസാനിച്ചു. ഇനി നാളെ തൊട്ട് വീണ്ടും മോനും സ്കൂളിൽ പോകണം, ഹസ്ബൻഡ് ജോലിക്ക് പോകും, അങ്ങനത്തെ പഴയ നമ്മുടെ സ്ഥിരം ആ ഒരു ഇതിലേക്ക്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ ഇനി വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇനി നമ്മൾ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഫുഡാണെങ്കിലും പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാനില്ല. കാരണം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വെച്ച സംഭവങ്ങൾ തന്നെയാണ് ഇനി രാത്രിയിലത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.